2024 മെയ്യിൽ പെരിയാറിലുണ്ടായ ഒരു മത്സ്യക്കുരുതിയുടെ വാർത്തകൾ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. നിരവധി മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. അന്ന് കർഷകരുടെ വലിയ നഷ്ടം, അവർക്കുണ്ടായ വേദനയൊക്കെ അന്ന് കേരളം ചർച്ച ചെയ്തതാണ്, കണ്ടതാണ്. രാസമാലിന്യം പെരിയാറിലൂടെ ഒഴുക്കിവിട്ടതാണ് അത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചത്, വലിയ നാശനഷ്ടം ഉണ്ടാക്കിയത്, വലിയ ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ആണ് ആ വിഷയം എന്നത് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. ഒപ്പം കർഷകർക്ക് ധനസഹായം സർക്കാർ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത സംഭവമാണ്. അപ്പോൾ അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യം 2024 എന്ത് സംഭവിച്ചു എന്ന് ഒന്ന് നോക്കാം. പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് മത്സ്യങ്ങളെ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതായി കണ്ടത്. ഇത്രയധികം മത്സ്യം ചത്തുപൊങ്ങുന്നത് ആദ്യമായിട്ടായിരുന്നു. രാസമാലിന്യം പുഴയിൽ കലർന്നെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചത്ത മീനുകളുമായി എത്തി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിലേക്ക് കർഷകർ വലിയ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. ആദ്യമായിട്ട് തൊട്ടടുത്ത കേജിലാണ് ആദ്യമായിട്ട് മീൻ പൊങ്ങി തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങളുടെ ആൾക്കാർക്ക് ഇവിടെ വന്നതിന് ശേഷം കാണുന്നത് പുഴയിൽ ഉൾപ്പെടെ മീനുകൾ, ചെറിയ ചെറിയ മത്സ്യങ്ങൾ എല്ലാം പൊങ്ങി നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടിലെ എല്ലാ മീനുകളും തന്നെ ശ്വാസം കിട്ടാണ്ട് നിൽക്കുന്ന സീനായിരുന്നു ഞങ്ങൾക്ക് കാണുന്നത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കൂട്ടമായിട്ട് മത്സ്യങ്ങൾ ചത്ത് തുടങ്ങി. ഞങ്ങൾ കുറേ മത്സ്യങ്ങൾ ഇന്നലെ മാറ്റി. കാരണം ഇത് ചീഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അത്രയും ക്വാണ്ടിറ്റി 10 കേജിലായിട്ടാണ് മത്സ്യങ്ങൾ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ 10 കേജ് എന്ന് പറഞ്ഞാൽ വലിയൊരു വോളിയം മീനുണ്ട്. ഇതെല്ലാം കൂടി ചീഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറേ മാറ്റി. അതിനുശേഷം ഇന്നത്തെ അവസ്ഥ ഇതാണ്. പിന്നെയും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. മന്ത്രി പി രാജീവ് അടിയന്തര യോഗം വിളിക്കുകയും വിഷയം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. പെരിയാറിലെ ജലനിരപ്പിൽ രാസമാലിന്യത്തിന്റെ സാന്നിധ്യമില്ലെന്നായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട്. കോടികളുടെ നഷ്ടമാണ് മത്സ്യ കർഷകർക്കുണ്ടായത്. എന്നാൽ ജലത്തിൽ അമോണിയയും സൾഫൈഡും അപകടകരമായിട്ടുള്ള അളവിലുണ്ടെന്ന് വ്യക്തമാക്കുന്ന കുഫോസ് റിപ്പോർട്ട് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് സമർപ്പിക്കുകയും ചെയ്തു. മത്സ്യ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന ഉറപ്പ് മന്ത്രി സജി ചെറിയാൻ നൽകുകയും ചെയ്തു. എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല. ന്യൂസ് 18 കൊച്ചി. അന്ന് വലിയ നാശനഷ്ടം ഉണ്ടായ, വലിയ നഷ്ടം സംഭവിച്ച ഈ സംഭവം ഉണ്ടായതിനു ശേഷം കുഫോസിന്റെ പഠനത്തിൽ കണ്ടെത്തിയത് അവിടെ രാസമാലിന്യം കലർന്നിട്ടാണ് ഇത് സംഭവിച്ചത്, മീനുകൾ ചത്തുപൊങ്ങിയത് എന്നതൊരു കണ്ടെത്തലുണ്ടായി. അന്ന് ആ കർഷകർക്കൊക്കെ ആശ്വാസമായത് സർക്കാർ ധനസഹായം നൽകുമെന്ന പ്രഖ്യാപനമായിരുന്നു. പക്ഷേ ഇപ്പോഴും സർക്കാർ വാക്ക് പാലിച്ചിട്ടില്ല. അവർ പറഞ്ഞ് മടുത്ത് ആ പ്രതിഷേധങ്ങളിൽ നിന്ന് പോലും പിൻവാങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. നവമി ഈ വിഷയത്തിൽ ഇപ്പോൾ നടത്തിയ അന്വേഷണം കാണാം. മെയ് 20 മത്സ്യക്കുരുതിയിൽ പെരിയാറിലും കൈവഴികളിലും കൂടുകളിലുമായി ടൺ കണക്കിന് മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയിട്ടുള്ളത്. 50 കോടിയിലേറെ നഷ്ടം സംഭവിച്ചു എന്നാണ് വിലയിരുത്തൽ. രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കിവിട്ടതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന് കുഫോസിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടും സർക്കാർ ഇതുവരെയും റിപ്പോർട്ട് അംഗീകരിക്കാൻ തയ്യാറായിട്ടുമില്ല. ലോണെടുത്തും സ്വർണം പണയം വെച്ചും കൂടുകൃഷി ആരംഭിച്ചതാണ് കൂടുതൽ പേരും. ഒരു കർഷകന് 2 ലക്ഷത്തിലേറെ നഷ്ടം സംഭവിച്ചു എന്നാണ് വിലയിരുത്തൽ. വരാപ്പുഴ, കടമക്കുടി, കോട്ടുവള്ളി, ചേരാനെല്ലൂർ പഞ്ചായത്തുകളിലെ കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ ദുരിതം ബാധിച്ചത്. സർക്കാരിലുണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഇത്രയും നാളായിട്ട് നമ്മൾ ആളെ പറഞ്ഞു പറ്റിക്കാന്നല്ലാതെ ഈ കർഷകരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചതിക്കുഴിയിലോട്ട് തള്ളിവിടുക ചെയ്തേക്കുന്നത്. അത്രയും നഷ്ടമുണ്ടായ ഒരു കർഷകരാണ് ഈ കൂട് കർഷകർ. അവർ അതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മീനുകളാണ് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതെ പോയത്. 1 വർഷവും 3 മാസമാകാൻ പോകുന്നു ഇപ്പോൾ. എന്നിട്ട് പോലും നമുക്ക് ഈ പറഞ്ഞ വാഗ്ദാനങ്ങളല്ലാതെ നടപടികളായിട്ട് മുമ്പോട്ടൊന്നും സർക്കാരോ അല്ലെങ്കിൽ ഫിഷറീസോ ഡിപ്പാർട്ട്മെൻറ്റോ അതിന് ബന്ധപ്പെട്ട ആൾക്കാരോ മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിനെന്താ കാരണങ്ങളെന്നുള്ളത് പറഞ്ഞാൽ ഈ വ്യവസായ മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആരാണ് അതിൻ്റെ ഉത്തരവാദി, അവരിൽ നിന്ന് ഈ പൈസ കണ്ടെത്താനോ അത് വാങ്ങി കർഷകർക്ക് കൊടുക്കാനോ ഉള്ള ഒരു സംവിധാനമോ അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു സർക്കാരോ അല്ല, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ സംവിധാനം അവർക്കില്ല. അതുകൊണ്ടായിരിക്കാം, എന്തോന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ആഗസ്റ്റ് ഈ വരുന്ന മാസങ്ങളിലെല്ലാം ഇവർ ഇതുപോലെ വെള്ളം തുറന്നു വിടും. എല്ലാവർക്കും പേടിയാണ് ഈ സമയങ്ങളിൽ മീൻ വളർത്താൻ. കാരണം ഏത് സമയത്തും ഈ വിഷവെള്ളം വന്ന് ഇതെല്ലാം നശിച്ചു പോകും. ദൃഢമായ ഒരു ഉറപ്പോടുകൂടി ഒരു സ്വയം തൊഴിലാണ് സർക്കാരിൽ നിന്ന് കൊടുക്കാത്ത സംഭവം എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് തൊഴിൽ കണ്ടെത്തി അവൻ്റെ കുടുംബം ഉപജീവനം നടത്തിക്കൊണ്ട് പോകുന്ന സമ്പ്രദായമാണ് കൂട് കൃഷി.
അതുപോലെ നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയിലോട്ടാണ് നമ്മളുടെ നാട് പോകുന്നത്. പെരിയാറിൽ അമോണിയയും സൾഫൈഡും അപകടകരമായ രീതിയിലാണെന്നും കുഫോസിന്റെ പഠന റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. രാസവസ്തുക്കൾ എവിടെ നിന്നെന്നറിയാൻ വിശദമായ രാസപരിശോധനാ ഫലം വേണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. വ്യാവസായിക കേന്ദ്രങ്ങളിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നത് തടയണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല. മുട്ടാർ പുഴയിൽ 1 മാസം മുൻപും മത്സ്യക്കുരുതി നടന്നു. മത്സ്യകർഷകരെ മാത്രമല്ല, നമ്മുടെ ആവാസ വ്യവസ്ഥയെ കൂടിയാണ് ഇവ ബാധിക്കുക. ന്യൂസ് 18 കൊച്ചി. 2 ലക്ഷം രൂപയുടെ വരെയൊക്കെ നഷ്ടമുണ്ടായ കർഷകരാണ്. അവർ സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ശേഷവും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ ആ പ്രതിഷേധങ്ങൾ പോലും അവർ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. പ്രതിഷേധിച്ചാൽ വയറ് നിറയില്ലല്ലോ. പക്ഷേ ഇത്തരം ചർച്ചയാകുമ്പോഴും വാർത്തയാകുമ്പോഴും കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നത് ഞങ്ങൾ നോക്കും. ഞങ്ങളത് വീണ്ടും സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ആ കർഷകർ ഇപ്പോഴും ദുരിതത്തിലാണ്. ആ കടത്തിൽ നിന്ന് വീണ്ടും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. മാത്രവുമല്ല, ഇപ്പോഴും പലയിടങ്ങളിലും ഈ മത്സ്യക്കുരുതികൾ ആവർത്തിക്കുന്ന സാഹചര്യവുമുണ്ട്. അപ്പോൾ ആ പഠന റിപ്പോർട്ടിൽ എന്തുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോഴും ആവർത്തിക്കുന്ന മത്സ്യക്കുരുതിക്ക് എന്താണ് പരിഹാരം എന്ന ചോദ്യമുണ്ട്. ഇതൊക്കെ വീണ്ടും അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരികയാണ് ന്യൂസ് 18.